വെറും 21-ാം വയസ്സിൽ ഒരു ആട്ടക്കഥ മുഴുവനുമായും എഴുതിയ പ്രതിഭ. ഓരോ കേരളപ്പിറവി ദിനത്തിലും മലയാളി ഈ പ്രതിഭയെ ഓർക്കാറുമുണ്ട്. ഓരോ രാഗത്തിൻ്റെ വൈകാരിക ദീപ്തിയെപ്പറ്റിയും പറയാൻ അറിവുള്ള ഒരു വിദ്വാൻ. അങ്ങനെയൊക്കെയാണ് BR പ്രസാദ് ഒരു മലയാളിക്ക്. അദ്ദേഹത്തെ പറ്റി ഓർക്കാൻ എന്നോടൊപ്പം ചേരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വിധു പ്രസാദാണ്. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഗങ്ങളെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബൃഹത്തായിട്ടുള്ള ഒരു അറിവുണ്ടല്ലോ. ഭൈരവി എന്നുള്ള രാഗം കാരണം തലവേദന ഉണ്ടാവുന്നു, അതിൻ്റെ ശാസ്ത്രീയത, അല്ലെങ്കിൽ അത് പാടുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു അനുഭവമാണ് ഒരാൾക്ക് വേണ്ടത്, ഒരു ഗായകന് വേണ്ടത്, അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മ്യൂസീഷ്യനെ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. രാഗങ്ങളെ പറ്റി പറയുമ്പോൾ എത്രമാത്രം ഇമോഷണൽ ആയിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ എത്രമാത്രം അറ്റാച്ച്ഡ് ആയിരുന്നു BR പ്രസാദ് സാർ? പ്രസാദ് രാഗത്തെക്കുറിച്ചൊക്കെ പാട്ടിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു നിർത്തലില്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ വന്ന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ഒരുപാട് നാൾ കുത്തിയിരുന്ന് അതിൻ്റെ പുറകെ നടന്ന് പഠിച്ചെടുത്തതാണ്. ഒരുപാട് മെനക്കെട്ടിരുന്ന് പഠിച്ച് ഇത് ചെയ്തെന്ന് വെച്ചാൽ പാടാൻ കഴിവില്ല എന്നൊരു ബോധം ഉള്ളിലിങ്ങനെ കിടക്കുന്നത് കാരണം അപ്പോൾ ആ ഒരു ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് തുടങ്ങി വെച്ചതാണ് ഈ രാഗങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളത്. അത് പിന്നെ അങ്ങ് ആഴത്തിലങ്ങ് പഠിച്ചു. അതിനെക്കുറിച്ച് ഏത് രാഗം കേട്ടാലും അത് തിരിച്ചറിയും, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ ആരെങ്കിലും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് എത്ര സമയം വേണേലും മുഷിപ്പില്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു ആ ഒരു. പക്ഷെ ഒരുപാട് നന്നായിട്ട് രാഗങ്ങളെക്കുറിച്ച് ഇതിനൊക്കെ മുമ്പേ പല ചാനലുകളും അത് ചെയ്തിട്ടുണ്ട്. വീട്ടിലാണേലും വന്നിരിക്കുമ്പോഴും ഇങ്ങനെ ഇവർ തമ്മിലൊക്കെ സംസാരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചിലപ്പം ചില കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വാദം വരാതെ മണിക്കൂറുകളോളം സംസാരിക്കും. അത് കേൾക്കുന്നവർക്കൊരു മുഷിച്ചിലില്ലാതെ പറയാനും BRനൊരു കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ വീട്ടിലൊക്കെ വന്നിരുന്നിട്ടുള്ള ഈ സംസാരങ്ങളുണ്ടല്ലോ, സംഗീതത്തെ പറ്റി, രാഗങ്ങളെ പറ്റി, കവിതകൾ, നാടകങ്ങൾ, സിനിമകൾ, തിരക്കഥകൾ, അങ്ങനെ കുറേ നാള് അല്ലെങ്കിൽ കുറേ നേരം നീളുന്ന ചർച്ചകൾ ആരൊക്കെ തമ്മിലുണ്ടാവാറ്? അനിൽ പനച്ചൂരാൻ വന്നിരുന്നിട്ടുണ്ട്. അതിങ്ങനെ വന്നു കുറേ മണിക്കൂർ ഇരുന്നിട്ട് ഇവർ എഴുന്നേൽക്കുന്നുമില്ല, ഇവരൊന്നും ഇതാകുന്നുമില്ല. കൂടെ വന്നവരും എല്ലാം ഇരുന്ന് ഇങ്ങനെ പറയുക, പാടുക. അപ്പം കവിതകൾ, ആശാൻ്റെ കവിതകൾ, വള്ളത്തോളിൻ്റെ, ഇങ്ങനെ എല്ലാവരുടെയും കവിതകൾ ഇങ്ങനെ പാടിയിരുന്നു. അപ്പം നമുക്കും കേൾക്കുന്നവർക്കും ഭയങ്കര രസമാണ്. ഇവർ രണ്ടുപേരും പിന്നെ ആരൊക്കെയോ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറയുക. അത് പല ഈണത്തിലും ഇതിലുമൊക്കെ ഈ പാട്ടുകളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഒരാൾ പാടി നിർത്തുമ്പോൾ വേറൊരാൾ തുടങ്ങും. ഈ പാട്ടുകളെ കുറിച്ചൊക്കെ അനിൽ വന്ന സമയത്ത് ഒരുപാട് സമയം അത് ഭയങ്കര പൊട്ടിച്ചിരി. അപ്പോൾ അയൽവക്കത്തൊക്കെ ഉള്ളവർ ചോദിക്കുക എന്തോ അവിടെ നടക്കുന്നതെന്നുള്ള. അതുപോലെ ഭയങ്കര, അത് രണ്ടുപേരും ഒട്ടും മോശമല്ലല്ലോ സൗണ്ടിന്. അപ്പോൾ അനിലും അതുപോലെ തന്നെ കവിതകളും ഇങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. നമുക്കും മനസ്സിനൊരുപാട് സന്തോഷം തരുന്നത് പോലുള്ള ഒരനുഭവമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇരുന്ന് സംസാരിക്കുന്ന TK രാജീവ്കുമാർ. രാജീവേട്ടൻ വരുന്ന സമയത്ത് ഇവരും ഇങ്ങനെയാണ്. പക്ഷെ അവർ സംസാരിക്കുന്ന ഫിലിമിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. അതൊക്കെ കുറേ നേരം നമുക്ക് കേൾക്കുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാകത്തില്ലല്ലോ. അവരവരുടെ ലോകത്തിങ്ങനെ, അതെ, അവരവരുടെ ലോകത്തേക്ക് പോകും. പിന്നെ അന്താരാഷ്ട്ര ഫിലിം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത്. അതും ഒരു മടുപ്പില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ എടുത്തു പറയുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് തന്നെ ജലോത്സവത്തിലെ കേരനിരകളാടും എന്നുള്ള പാട്ടാണ്. കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ പാട്ടുകൾ ഞാൻ മാറ്റി നിർത്തുന്നതല്ല. ആ പാട്ട് കുട്ടനാടിനെ പറ്റി എഴുതിയതാണെങ്കിലും പിന്നീട് അതൊരു കേരളീയ ഗാനമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിൻ്റെ, കേരള ദേശം എന്ന് പറയുന്ന ഒരു ദേശമായി കണക്കാക്കിയാൽ അതിൻ്റെ ഒരു ഒഫീഷ്യൽ സോങ് ആയിട്ട് അത് മാറിയിട്ട്, അല്ലെങ്കിൽ കേരളത്തിനെ തീമാക്കി എടുത്ത് ഏറ്റവും അതിൻ്റെ ഒരു മലയാളി കേരളത്തെ മൊത്തമായും അറിഞ്ഞ് എഴുതിയ വരികളുടെ ഒരു അനുഭവ സമ്പത്ത് കൂടി ഉണ്ട് ആ പാട്ടിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ പാട്ട് അല്ലെങ്കിൽ എല്ലാ കേരളപ്പിറവി ദിനത്തിലും എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ കാറുകളിലോ FM റേഡിയോ സ്റ്റേഷനിലോ ഒക്കെ ഈ പാട്ടുകൾ വെക്കുകയും ചെയ്യും. ഇത് ഓരോ വട്ടം കേൾക്കുമ്പോഴും അദ്ദേഹത്തെ ഓർക്കാറുണ്ടോ എല്ലാ നവംബർ 1-ാം തീയതിയും? നമ്മൾ അദ്ദേഹത്തെ അത് കേൾക്കുമ്പോഴല്ലല്ലോ. നമുക്ക് ഈ വീട്ടിലെ ഓരോ ഇതിലും ഞങ്ങൾ എന്തിലാണോ എടുക്കുന്നത് ആ സമയം എല്ലാം ഇങ്ങനെ പ്രസാദേട്ടൻ്റെ ഓർമ്മകൾ നമുക്കുണ്ട്. ഇപ്പം ഈ റൂമിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് തന്നെ ഇത് തോന്നില്ല. ഈ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആൾ കൂടെ ഉണ്ടെന്നൊരു തോന്നലുണ്ട്. ഇപ്പോഴും എനിക്കും മക്കൾക്കും പ്രസാദേട്ടൻ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ളൊരു തോന്നൽ ഇതുവരെയും വന്നിട്ടില്ല.
ആരെങ്കിലും ഇങ്ങനെ ബി ആർ പ്രസാദ് മരിച്ചു അങ്ങനെ ഇതാണെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ആന്തൽ ഇങ്ങനെ നമുക്കെന്തോ അറിയില്ല, അതൊരു യാഥാർത്ഥ്യം വല്ലാത്തൊരു ഫീൽ ആകുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്നിടത്തോളം നമുക്കൊരിക്കലും ആളിങ്ങനെ പോയി എന്ന് തോന്നത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഈ ലൈബ്രറിയിലുള്ള ഈ പുസ്തകങ്ങളെല്ലാം പ്രസാദ് ചേട്ടൻ്റെ ഒരു 15-20 പ്രാവശ്യത്തിൽ കൂടുതൽ പ്രാവശ്യത്തോളം വായിച്ചിട്ടുള്ളതാണ്. ഇത്രയും പുസ്തകങ്ങൾ ഒരു പുസ്തകം ഒരു പ്രാവശ്യം വായിച്ച് ഉപേക്ഷിക്കുകയല്ല, അതിങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാൽ ഉടനെ അത് ഇന്ന പുസ്തകത്തിലുണ്ട്, ഭയങ്കര മെമ്മറി പവറാണ്. അതപ്പോൾ ഇന്ന പേജിലുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അങ്ങനെ അത് എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ അത് വന്നിരുന്ന് നോക്കും. അല്ലെ ആരെങ്കിലും ഒരു പ്രഭാഷണത്തിന് വിളിച്ചാൽ പ്രസാദ് ചേട്ടൻ എന്തായാലും ആ ഒരു പ്രഭാഷണത്തിന് പോകുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പുണ്ട്. അങ്ങനെയുള്ള തയ്യാറെടുപ്പിലൂടെ മാത്രമേ അദ്ദേഹം മൈക്കിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിട്ടല്ല, അതിനെക്കുറിച്ച് ഇങ്ങനെ സ്വയം വായനയും ഇതും കഴിഞ്ഞിട്ട് സ്വയം അതിൽ നിന്നും കുറേ കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കും. അദ്ദേഹം എല്ലാ ഗാനരചയിതാക്കളുടെ വർക്കുകളെ പറ്റിയിട്ടും വലിയ രീതിയിൽ അറിവുണ്ട് അദ്ദേഹത്തിന്. അത് എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരുപാട് അറിവുണ്ടെന്ന് കാണിക്കാനോ എന്നുള്ള വിധത്തിലല്ല, കംപ്ലീറ്റ് ആയിട്ടും ഇതിനൊരു സാഹിത്യ ശാഖയായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഒരു കൗതുകം അദ്ദേഹത്തിന്റെ എല്ലാ പ്രഭാഷണങ്ങളും കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പം വയലാറിന്റെ വരികൾ എടുത്ത് നോക്കിയാലും ഭാസ്കരൻ മാഷ്ട വരികൾ എടുത്ത് നോക്കിയാലും വയലാറിന്റെ തന്നെ നാടകഗാനങ്ങളുടെ പ്രത്യേകത, ഇപ്പം ഈ പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നവളെ എന്ന് പറയുമ്പോൾ അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ അരിവാൾ ഉൾപ്പെടെ കൊണ്ടുവന്നതിന്റെ ഒക്കെ പ്രത്യേകതകൾ അദ്ദേഹം വിവരിക്കുന്നത് അത് എത്രയോ തവണ ആ പാട്ടുകൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പാട്ടിന്റെ എഴുത്തുരൂപം വായിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും അതിശയിച്ചു പോയിട്ടുണ്ട് ഇത്രയും അധികം കാര്യങ്ങൾ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് ഓർത്ത് വെക്കുക? അത് പക്ഷേ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയത് നമ്മുടെ വയലാർ കൃതികളിലെ വയലാറിൻ്റെ പാട്ടുകളെ കുറിച്ച് പ്രസാദ് ചേട്ടൻ കുറേ അധികം ഇങ്ങനെ എഴുതി. നമ്മളിപ്പോൾ വയലാറിൻ്റെ പാട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വയലാറിൻ്റെ പാട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് വയലാറിൻ്റെ പാട്ടുകളാണ്. അത് ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ ഇങ്ങനെ അന്നൊക്കെ കാസറ്റാണല്ലോ, അപ്പോൾ അതിങ്ങനെ ഒരു ബോക്സ് നിറച്ചോ അത് വയലാറിൻ്റെ പാട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണ ദിവസം തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇങ്ങനെ പ്രസാദൻ ഇട്ടിരുന്ന പാട്ട് പോലും ഇതാണ്, ഈ വയലാറിൻ്റെ പാട്ടുകളാണ്. അപ്പം നവരാത്രിയെക്കുറിച്ച് അത് ആ ഒരു പാട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ അർത്ഥം ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. അതിങ്ങനെ വിവരിച്ച് വെക്കുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര അതിശയം തോന്നും. അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ അർത്ഥം പറഞ്ഞ് അതിപ്പോൾ അതിങ്ങനെ വെറുതെ എഴുതിയതാ. പക്ഷെ അത് നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അതിൽ ഒരു പാഠ്യ വിഷയമായിട്ട് പ്രസാദ് ചേട്ടനെ അവർ വിളിച്ചിരുന്നു. അപ്പം ചിലതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ചില നിമിത്തങ്ങൾ അത് ചുമ്മാ ഒരു ആശയം മനസ്സിൽ തോന്നി അങ്ങ് ചെയ്തതാണ്. പക്ഷെ അത് അവിടെ ആ ഒരു ഇതിൽ പ്രയോജനപ്പെട്ടു. അത് എഴുതിയെല്ലാം കഴിഞ്ഞൊരു 5-8 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർ വിളിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇങ്ങനെ മലയാള സിനിമാ ഗാനങ്ങളെക്കുറിച്ചൊരു ക്ലാസ്സിന് വേണ്ടിയാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, ഞാനിങ്ങനെ വയലാറിൻ്റെ ഭാസ്കരൻ മാഷിൻ്റെ അങ്ങനെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ചെയ്യാം, അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് അത് ചെയ്തിട്ടുണ്ട്. കുറേ പാട്ടുകളെക്കുറിച്ച് അങ്ങനെ